ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. അപ്പോൾ കുറേ ആയില്ലേ നമ്മളൊരു വ്ളോഗെല്ലാം ചെയ്തിട്ട്. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്തൊരു വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്ന്. സംഭവത്തിലില്ലേ, എൻ്റെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ ചിലപ്പം ഇടയിലൊന്ന് സ്റ്റോപ്പ് ചെയ്യലുണ്ട്. കാര്യമൊന്നുമല്ല, ഒന്ന് റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ ലൈഫ് ഭയങ്കര ബിസി ആയിട്ട് ഓടുമ്പം നമ്മളെ ബോഡി നമ്മളോട് പറയും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിക്ക്. ആ സമയം ഞാൻ എന്തായാലും റെസ്റ്റ് കൊടുക്കലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത കാര്യം. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഉപകാരം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പില്ലേ, അങ്ങനെ എനിക്ക് ഒരു മൂഡില്ലാത്ത ടൈമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നാത്ത സമയമെല്ലാം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ്. അതെൻ്റെ പണ്ടുതിലുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും. പിന്നില്ലേ, ഇന്നേതായാലും രാവിലെ സുബഹി നമസ്കാരവും വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല്ലേ, ഈ കിച്ചണിലെ വീഡിയോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ കിച്ചണിലെ കുക്കിംഗ് വീഡിയോ എല്ലാം ഷെയർ ആക്കാൻ വേണ്ടിക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ആക്കാം കേട്ടോ. പിന്നില്ലേ, രാവിലെ തന്നെ ഞാൻ സാധാരണ ചായയാണ് ഉണ്ടാക്കൽ. ഇപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ലേ ഞാൻ സ്മൂത്തിയാണ് ഉണ്ടാക്കൽ. കാര്യം കുറച്ച് ഹെൽത്തും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണ്ടേ. അങ്ങനെ പിന്നെ എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളോട് ഷെയർ ആക്കാം കേട്ടോ അടുത്ത വ്ളോഗിലെല്ലാം ആയിട്ട്. ഇപ്പം ഇതാ ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനില്ലേ ഇൻസ്റ്റയിൽ അധികം സ്മൂത്തിൻ്റെ റെസിപ്പി എല്ലാം പോസ്റ്റ് ചെയ്യലുണ്ട്. നിങ്ങളെൻ്റെ ഇൻസ്റ്റാ പേജ് എന്താ പറയുക ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ആക്കാം കേട്ടോ. പിന്നെ ഗിവ് എവേൻ്റെ റിസൾട്ടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഷോർട്ട് വീഡിയോയിൽ, കാണാത്തവർ കണ്ടുനോക്കാം. കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്, മാഷാ അല്ലാ. പിന്നെ നിങ്ങളെ സ്നേഹവും സപ്പോർട്ടെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. വീഡിയോസൊന്നും ചെയ്യാത്തരം മിസ് ചെയ്യുന്നൊരു എന്തോ ഒരു മൂഡില്ല, യൂട്യൂബിൽ വരാൻ തോന്നില്ല, അങ്ങനെയെല്ലാം പറയുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയെല്ലാം കാണുമ്പം ഭയങ്കര സന്തോഷവും, നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പം മാഷാ അല്ലാ. പിന്നില്ലേ, ഞാൻ തലേദിവസം ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടെല്ലാം ഫ്രീസ് ചെയ്ത് വെക്കലുണ്ട്. കാര്യം രാവിലെ നമുക്ക് സ്മൂത്തിയെല്ലാം ഉണ്ടാക്കുമ്പം ഭയങ്കര ഈസി ആയിരിക്കൂലേ. കുട്ടികളധികം ഉമ്മാൻ്റെ വീട്ടിലാണ് ഉണ്ടാവൽ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഇങ്ങനെ എളുപ്പത്തിൽ എന്തെങ്കിലുമാണ് ഉണ്ടാക്കൽ. ഇന്ന് ഏതായാലും മക്കൾ ഇവിടെ ഉണ്ട്, അവർക്ക് ടിഫിനിലേക്കുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. മെയിൻ കാര്യം അത് തന്നെയാണ് കേട്ടോ. ഞാനൊക്കെയും മാത്രമാകുമ്പം ഫുഡ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കലാണ്. കുട്ടികളുണ്ടാകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നാം. അപ്പോൾ കുട്ടികൾ ഉള്ള ദിവസമായതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ ഉമ്മാൻ്റെ വീടിൻ്റെ വീഡിയോ ഷെയർ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ആക്കാം കേട്ടോ. പിന്നിൽ ഞാനിതാ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം കട്ടാക്കി എടുക്കലാണ്. പല ടൈപ്പിൽ സ്മൂത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക്. ഭയങ്കര ഈസി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും, നമ്മുടെ വയറെല്ലാം ഭയങ്കരമായിട്ട് ഫില്ലായും ചെയ്യും. അങ്ങനെ എനിക്ക് അധികം വരുന്ന കമൻറ്റാണ് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പീസ് കാര്യങ്ങളെല്ലാം ഷെയർ ആക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ആക്കട്ടെ. അതുപോലെ തന്നെയില്ലേ, എന്താ പറയുക, ഇൻഷാ അല്ലാഹ് ഡെയിലി 2 ദിവസം കൂടുമ്പം പണ്ടത്തെ പോലെ തന്നെ വീഡിയോ ചെയ്യണമെന്നെല്ലാം വിചാരിക്കലുണ്ട്. ടൈമില്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ എല്ലാം മടി പിടിക്കും. നമുക്ക് ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പം അതിലൊരു മടുപ്പ് വരൂലേ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി ഇതെല്ലാം അങ്ങോട്ട് ചെയ്യണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. പിന്നില്ലേ, ഒരുപാട് ഉമ്മമാർ എന്നിട്ട് എൻ്റെ വീഡിയോസ് കാണാം. ഞാൻ അധികം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വേഗം വന്നിട്ട് അവർ ഇർഫാൻ്റെ വീഡിയോ കണ്ടിട്ട് ആ കുക്ക് ചെയ്യൽ, എൻ്റെ മോളെ ഞാൻ കാത്തിക്കാൻ നിൽക്കലില്ല, വേഗം വീഡിയോ ഓപ്പൺ ആക്കും, എന്നിട്ട് എന്തെങ്കിലും റെസിപ്പിയെല്ലാം നോക്കി കുക്ക് ചെയ്യും, അങ്ങനെയെല്ലാം പറയുന്നവരുണ്ട്. അന്നേരം ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഉപ്പാനോടും ഹസ്ബൻഡിനോടെല്ലാം അവരുടെ ഫ്രണ്ട്സെല്ലാം പറയും, ഇപ്പം എൻ്റെ വൈഫ് മൊത്തം എന്താ പറയുക മോളുടെ വീഡിയോ കണ്ടിട്ടൊക്കെ അങ്ങനെയെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷവും. താങ്ക് യു സോ മച്ച്. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെയ്യട്ടാ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് മൊത്തം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ ഇതുപോലെ പൈനാപ്പിള്, ആപ്പിൾ വേണ്ട, ആപ്പിളെല്ലാം ഫ്രഷ് ആയിട്ട് അടിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്കിപ്പോൾ പൈനാപ്പിൾ, പഴം, കിവി, അതുപോലെ തന്നെ ബ്ലൂബെറി, സ്ട്രോബെറി, അങ്ങനത്തെ ബെറീസ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ തന്നെ അവക്കാഡോ എല്ലാം, മാംഗോ ഉണ്ടെങ്കിൽ സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ അത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. അങ്ങനെയെല്ലാം ആകുമ്പോഴേ രാവിലെ ചായക്ക് പകരം ഇതുപോലെ സ്മൂത്തിയും കാര്യങ്ങളെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ, ഹെയറിനായിക്കോട്ടെ, അതുപോലെ നമ്മുടെ ബോഡി മൊത്തത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മളിത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് അങ്ങനത്തെ സ്മൂത്തി കാര്യങ്ങൾ റെസിപ്പീസ് എല്ലാം ഞാൻ ചെയ്യാം. ഞാനിത് ഒരു ബ്ലൂബെറിയും സ്ട്രോബെറിയിലില്ലേ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. കുറച്ചധികം വാങ്ങിയിട്ട് കഴുകിയിട്ട് കുറച്ച് വിനെഗറിൽ ഒന്ന് കഴുകിയെടുക്കും, എന്നിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോഴേ
നമുക്ക് നല്ല പിറ്റേ ദിവസം ജ്യൂസ് അടിക്കാൻ അടിപൊളിയായിരിക്കും. എൻ്റെ പണ്ടെങ്ങാനും ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും കണ്ടിട്ട് ഹെൽപ്ഫുള്ളാണെന്നെല്ലാം പറയുന്നവരുണ്ട് കേട്ടോ. പിന്നെന്താ, ഞാനിത് സ്മൂത്തി ഉണ്ടാക്കിയെടുക്കലാണ്. എന്താ പറയുക, ഡെയിലി നമ്മൾ ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ ചായനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ സ്മൂത്തിയും കാര്യങ്ങളെല്ലാം ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കഴിക്കലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളാക്കുക, എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാലേ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും കുറഞ്ഞു കിട്ടും കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാം. അതിന് നമുക്കിങ്ങനെ സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനെ തന്നെ വേണമെന്നില്ല. നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം മതി. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലില്ലേ നമുക്ക് രാവിലെ ഇങ്ങനെ സ്മൂത്തി എല്ലാം ആക്കിയിട്ട് കുടിച്ച് കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യലുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാലെല്ലാം തലേദിവസം തന്നെ ഇതുപോലെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും നല്ലതായിരിക്കും. ഞാനിപ്പോൾ കുറച്ച് എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പഴമൊന്ന് കട്ടാക്കി എടുക്കുന്നത്. എന്നിട്ട് അതിലേക്കില്ലേ ഗ്രീക്ക് യോഗട്ട് നല്ല റേറ്റ് വന്നു കേട്ടോ. ഏത് യോഗട്ടായാലും കുഴപ്പമില്ല, ഗ്രീക്ക് യോഗട്ട് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. എന്നിട്ട് അതിലേക്ക് പാല് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കുക. പിന്നെ ബദാം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വീഡിയോസിലെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെസിപ്പീസ് എല്ലാം ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ പാലും കൂടി വെച്ചിട്ട് അടിച്ചെടുക്കലാണ്. ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പണി ഭയങ്കര സിമ്പിളായിരിക്കും. നമുക്ക് കുട്ടികൾ സ്കൂളിലെല്ലാം പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ അവരെ ഹെൽത്തിനും നല്ലതായിരിക്കും. പിന്നില്ലേ അതിന് കുറേ പൈസ ചിലവാക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചായ പാൽ യൂസ് ചെയ്തിട്ട് തന്നെയല്ലേ ഉണ്ടാക്കുക. പിന്നെ വീട്ടിൽ തൈര് ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ഫ്രൂട്ട്സ്, നമുക്ക് പൈനാപ്പിൾ ആപ്പിളായാലും ഓറഞ്ച്, പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴം, ഈത്തപ്പഴം, അങ്ങനത്തെ എന്ത് വെച്ചിട്ടും നമുക്ക് സ്മൂത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ഓട്സ്, അങ്ങനെ കുറേ ചിക്കൻ എന്താ പറയുക കുറേ അപ്പങ്ങൾ കാര്യങ്ങൾ എല്ലാം തിന്നുന്നതിലും നല്ലത് ഇങ്ങനെ രാവിലെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എൻ്റെ ഇക്കൊക്കെ കുറേ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. കുറച്ച് കക്കിരി ജ്യൂസ് അടിച്ച് കുടിക്കും, പിന്നെ ക്യാരറ്റ്, നെല്ലിക്ക, അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ചെയ്യലുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എൻ്റെ മാഷാല്ലാ എപ്പോഴും ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കണം വർക്കൗട്ട് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഗാർഡനിങ്ങോ, അതുപോലെ തന്നെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഗാർഡനിങ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ പാഷനായിട്ട് ഞാൻ തുടങ്ങിയ കാര്യമൊന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുക. അപ്പം ഞാൻ എവിടെയോ കേട്ടതാണ്, നമ്മൾ പൈസൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല, നമ്മുടെ ഹാപ്പിനെസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം അധികം പറയുന്നേക്കില്ലേ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യണം, ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന്. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്യുക, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക, അങ്ങനെയല്ല ആകുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോൾ ഗാർഡനിങ് ഇഷ്ടമാണ്. അപ്പം എല്ലാം ഞാൻ എൻ്റെ ഒരു ദിവസം മാക്സിമം ബിസിയാക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വെറുതെ ചിന്തിക്കാൻ അവസരം കൊടുക്കുമ്പോൾ നമുക്ക് വെറുതെ കഴിയുന്നതിനെക്കുറിച്ചുള്ള ചിന്ത, അതുപോലെ തന്നെ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത, അതെല്ലാം ആകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും, ടെൻഷനായിരിക്കും. അപ്പം ഇന്ന് ഈ ഒരു 24 മണിക്കൂർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം ഹാപ്പി ആക്കേണ്ട കാര്യങ്ങൾ, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതിനിടയിൽ ഞാൻ എന്താ പറയുക മടക്കിയെടുത്ത് കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ മടക്കിയ ഡ്രസ്സെല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമില്ലേ. നമ്മളിങ്ങനെ മടി പിടിച്ചിട്ട് ഇരിക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെയെല്ലാം ഓരോരോ കാര്യങ്ങളിൽ കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താം. ക്ലീനിങ് മൊത്തത്തിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പണിയൊന്നുമില്ല. ഇന്ന് നമ്മളിലെ വീട്ടു ജോലികൾ ഭയങ്കര സ്ട്രെസ്സാണ്, ഭാരം എന്നെല്ലാം പറഞ്ഞിട്ട് പണി തീരുന്നില്ല എന്നെല്ലാം പറയൂലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിട്ടയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് വെക്കുക, ഓരോന്നിനും ഓരോരോ സ്ഥാനം ഉണ്ടാക്കുക. അതുപോലെ തന്നെ തലേ ദിവസം തന്നെ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസം ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ രാവിലെ നേരത്തെ എണീച്ചാൽ തന്നെ ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക്. ഭയങ്കര നമ്മളിപ്പം നേരത്തെ എണീക്കാണ്ട് ഇങ്ങനെ പണികളിൽ
ഫസ്റ്റ് വേഗം തന്നെ നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ വേഗം കിച്ചണിൽ കയറി കുക്ക് ചെയ്ത് അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ പണിയും തീരില്ല, നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നും. എന്താ പറയുക, അതേ സ്ഥാനത്ത് നമ്മൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് നമ്മളെ നമസ്കാരവും കാര്യങ്ങളും നമ്മുടെ വർക്കൗട്ടും സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് കിച്ചണിലേക്ക് കയറിയൊക്കെ ആ ഡേ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ ഞാൻ അധികം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും, ഒരുപാട് പേര് അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ കുറേ ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വൈകുന്നേരം വരെ പണി തീരാത്ത ആളല്ല, ഇപ്പം നേരത്തെ കാലത്തെ പണിയെല്ലാം തീർന്നിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യലുണ്ടെന്നെല്ലാം നമുക്ക് മെസ്സേജ് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീട്ടുജോലി എന്ന് പറയുന്നത് ഭയങ്കര ഭാരമായിട്ട് കാണുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. വീട്ടുജോലി സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു ഉള്ളി മുറിക്കുന്നതാണെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അധിക പാരൻസും എന്നോട് ഇടയ്ക്കെല്ലാം വിളിച്ചിട്ട് ചോദിക്കലുണ്ട്, ഇർഫാൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ട്യൂഷനിൽ ഏറ്റവും ബെസ്റ്റ് ഏതാന്ന്. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോസിൽ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ട്. ആൽബുഡോ എഡ്യൂക്കേഷനും നിങ്ങൾക്ക് ചിലർക്കെല്ലാം അറിയുന്നത് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമല്ലേ. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ എല്ലാം പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഓൺലൈൻ ട്യൂഷന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ടെൻഷനെല്ലാം കുറേയെല്ലാം നമുക്ക് കുറഞ്ഞു കിട്ടുക. ലോകത്ത് എവിടെ ഇരുന്നിട്ടായാലും കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് എഴുത്തും വായനൊന്നും അറിയില്ലല്ലോ. ഇംഗ്ലീഷ്, മലയാളം, അറബിക്ക്, ഹിന്ദി എന്നീ സബ്ജക്റ്റിലെല്ലാം ഇവർ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കും, നല്ല പ്രോപ്പറാക്കി കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അറ്റൻഷൻ കിട്ടുമെന്നില്ല പേടിയെല്ലാം ചില പാരൻസിന് ഉണ്ടാവലുണ്ട്. 1-to-1 ക്ലാസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും കുട്ടികൾക്ക് അറ്റൻഷൻ കിട്ടും കേട്ടോ. കാര്യമില്ലേ, സ്കൂളിലാവുമ്പം 30-40 കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് കഴിയുന്ന കാര്യമല്ല. നേരിൽ നമ്മൾ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുറച്ച് ടൈം മാറ്റി വെച്ചാൽ മതി. അവർക്ക് ഇഷ്ടപ്പെട്ട ടൈമിൽ ഇതുപോലെ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. മറ്റു കുട്ടികൾ കളിയാക്കുമോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. പിന്നിൽ ആൽബുഡോയിൽ ഡയറക്റ്റ് കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാണ്ട് ആദ്യം കുട്ടീനെ ഒരു ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് വിലയിരുത്തും. അതിലൂടെ മക്കളെ കുറിച്ചിട്ട് കൂടുതൽ അവർ മനസ്സിലാക്കും. എന്നിട്ടാണ് അവർ അക്കാദമിക്സും മറ്റും കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ മോന് CBSE ആണ് പഠിക്കുന്നത്. ഏത് സിലബസിലാണെങ്കിലും അവർക്കില്ലേ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. കൂടാണ്ട് മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഏത് സബ്ജക്റ്റിലും സ്പെഷ്യൽ ട്യൂഷന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ബാച്ചായിട്ടും അവർക്ക് ക്ലാസ് കൊടുക്കും. ഇനിയില്ലേ നിങ്ങൾ ഡൗട്ട് അടിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ നമ്മളെ കുട്ടികളെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ആൽബുഡോനെ കോൺടാക്ട് ചെയ്യുക. ചിലർ പറയലുണ്ട് കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നെല്ലാം. അതിൽ ഞാൻ വീഡിയോ ഇടുന്ന ടൈം അത്രയും പാരൻസ് അവരെ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങളിൽ വീഡിയോ കണ്ട ഉടൻ തന്നെ കോൺടാക്ട് ചെയ്തോ, അവരെന്തായാലും നിങ്ങൾക്ക് റീപ്ലൈ തരും കേട്ടോ. മാറ്റി വെക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഓൺലൈൻ ട്യൂഷന് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് അവരെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്തോട്ടെ. കോൺടാക്ട് ചെയ്യാൻ എടുക്കണ്ട. ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളോട് ഷെയർ ആക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുട്ടീനെ ചേർത്താൽ മതി. അതുപോലെ തന്നെ CBSE എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ ട്യൂഷൻ അവർ ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെല്ലാം ആണെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ആൽബുഡോനെ കോൺടാക്ട് ചെയ്തോ. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ആക്കണം കേട്ടോ. കുറേ പാരൻസ് എനിക്ക് വാട്സപ്പിലായിട്ടും മെസ്സേജിലും എല്ലാം പറയലുണ്ട് ആൽബുഡോയിൽ ചേർത്തിട്ട് ഇപ്പം നല്ല മാറ്റമുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് വർഷമായില്ലേ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരുപാട് പാരൻസ് എന്നോട് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ആക്കലുണ്ട്. അതുപോലെ തന്നെ YT002 ആയിട്ടുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോയിട്ട് കോൺടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് എന്തായാലും കുട്ടികളിൽ മാറ്റം കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനില്ലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പത്തിലും നാടൻ ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് റെസിപ്പി ഒന്നും ഞാൻ ഷെയർ ആക്കുന്നില്ല. കാര്യം കുട്ടികൾക്ക് പോകാൻ ടൈമിന് എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഞാനിത് വേഗത്തിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നല്ല വൃത്തിക്ക് കിച്ചണിലെ റെസിപ്പീസും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യുക.
അതുപോലെ തന്നെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ വീഡിയോ എല്ലാം ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. അധികവും കുട്ടികൾ ഇപ്പോൾ ഇല്ലേ ക്യാൻറ്റീൻ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. ചില സമയമെല്ലാം വീട്ടിൽ നിന്ന് വേണമെന്ന് പറയുമ്പം അങ്ങനെ കൊടുക്കലാണ്. പിന്നില്ലേ എന്താ പറയുക, ഉമ്മാൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങൾ ഷെയർ ആക്കാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഗിവ് അവേ വെച്ചിട്ട് വിന്നറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിന്. കുറേ ആൾക്കാർ ഗിവ് അവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിന്. വീണ്ടും ഗിവ് അവേ വെക്കാനെല്ലാം പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാ നമ്മൾ ഇൻസ്റ്റയിൽ ഞാൻ ഈ മാസം മൊത്തത്തിൽ ഗിവ് അവേ വെക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവർ ഫോളോ ആക്കാം. അതുപോലെ തന്നെ യൂട്യൂബിലും ചെയ്യണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാട്ടോ. പക്ഷേ ഞാൻ സമയത്തിന് വീഡിയോ ഇടാത്ത തരം നിങ്ങൾ വെയിറ്റ് ചെയ്യൂലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ഗിവ് അവേയും കാര്യങ്ങളും വെക്കാത്ത. ഇൻഷാ അല്ലാ ഞാൻ എന്താ പറയുക, വീഡിയോ ഡെയിലി 2 ദിവസം കൂടുമ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വീണ്ടും ഗിവ് അവേയും കാര്യങ്ങളും വെക്കാട്ടോ. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഇതാ ഞാൻ എല്ലാം സ്പീഡിൽ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. സമയത്തിന് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. ചിക്കൻ കറീൻ്റെ എല്ലാം റെസിപ്പി എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. ചിക്കൻ കറിയും പത്തിരിയും എല്ലാം ഉണ്ടാക്കി മോഹനെ കുളിപ്പിക്കാനുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഓനിക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് കുട്ടികളെല്ലാം പോയ ശേഷം പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തേട്ടാ. പിന്നെ ഇതാ ചെടിക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം കൊടുക്കും. ചെടിയൊന്നും കുറേ നാളായി ഞാൻ നേർക്കും നോക്കാത്ത. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയും കാര്യങ്ങളെല്ലാം കെയർ ചെയ്യാൻ വേണ്ടിക്ക്. പിന്നിൽ തലേ ദിവസം ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസത്തിൽ ഞാൻ ചെടിയും കാര്യങ്ങളെല്ലാം വാങ്ങാൻ പോയിട്ടുണ്ടായിനെ. എനിക്ക് എത്ര ആയിക്കഴിഞ്ഞാലും ചെടി വാങ്ങൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സമയത്തിന് ഓരോ ഫ്ലവറിങ് സീസണെല്ലാം ഉണ്ടാവില്ലേ, ആ സമയമെല്ലാം ചെടി വാങ്ങുവേ. ചിലപ്പം ഗൾഫിലെല്ലാം പോകുന്ന സമയം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലില്ലാത്ത സമയമെല്ലാം ചെടിയെല്ലാം മോശമായി പോവും. എന്നാലും ഞാൻ വാങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ചെടികളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു റോസ് വാങ്ങാമെന്ന്. പക്ഷേ റോസ് എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒന്നും കിട്ടിയിട്ടില്ല റോസിൻ്റെ. എന്നാലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് റോസും കാര്യങ്ങളെല്ലാം വാങ്ങി. ഞാൻ പണ്ടത്തെ എൻ്റെ വ്ളോഗിലെല്ലാം ഞാൻ റോസും കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് വെക്കുക വീട്ടിൻ്റെ ഉള്ളിൽ. പക്ഷേ ഞാൻ എന്താ പറയുക, ഗ്രാസും കാര്യങ്ങളെല്ലാം ചെയ്ത് തരാൻ എൻ്റെ റോസ് മൊത്തത്തിൽ പോയി. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും റോസെല്ലാം വാങ്ങി കെയർ ചെയ്യാൻ തുടങ്ങാം. ഞാൻ റോസ് കെയർ ചെയ്തതിനാൽ മാഷാ അല്ലാ എനിക്ക് നല്ല വൃത്തിക്കാവലുണ്ട്. അതിൻ്റെ ഫെർട്ടിലൈസറും കാര്യങ്ങളും എല്ലാം കറക്റ്റ് സമയത്തിന് എനിക്ക് അറിയാം. അപ്പം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ റോസ് നന്നാവേ.
പക്ഷേ ഞാനിപ്പം കുറേ ബിസിയെല്ലാം ആയതുകൊണ്ട് യൂട്യൂബിൽ വന്നതിന് ശേഷം പിന്നെ ഭയങ്കര തിരക്കിലാണ്. വീഡിയോ എടുക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് എൻ്റെ ചെടികളോട് കൂടുതൽ എനിക്ക് ചിലവഴിക്കാൻ നേരമില്ല. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു കുറച്ച് റോസ്മെരീൻ്റെ ചെടിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിനെ. അതെല്ലാം വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നമുക്ക് ചെടി നോക്കുമ്പോൾ ഭയങ്കര മാഷാഅല്ലാ ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ്. അതുപോലെ കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, അതുപോലെ തന്നെ എന്താ പറയുക, അടുപ്പ് കത്തിക്കൽ, അങ്ങനത്തെ എല്ലാം കാര്യം. ഈ തീയെല്ലാം ഇങ്ങനെ പുകയെല്ലാം പോകുന്ന സമയം ഭയങ്കര എൻ്റെ അടുപ്പ് എന്തായി, അടുപ്പെല്ലാം അടിച്ച് പൊട്ടിച്ചോ, പുതിയ കിച്ചണാക്കുമ്പോൾ എല്ലാം പോയോ എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി. ഇനി അടുത്ത വ്ളോഗിൽ എൻ്റെ അടുപ്പ് എന്തായി എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. കുറേ ആൾക്കാർ അതിന് വേണ്ടിക്ക് വെയിറ്റിംഗ് ആണ്. പിന്നെന്താ, നമ്മളിതൊരു ഞായറാഴ്ചയിൽ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇക്കാനിവിടെ വൈകുന്നേരം ചെടി വാങ്ങാൻ പോയതാണ്. ഇക്കാക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമൊന്നും ചെടി, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും ചെടി. അപ്പം രണ്ടാളും ഒരുമിച്ച് ലൈഫിൽ മുന്നോട്ട് പോകുമ്പം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതിരിക്കില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെടാം. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ചെടി നോക്കൽ. ഇവിടെ ചെടി കണ്ടാലും കോയിനെ കണ്ടാലെല്ലാം ഞങ്ങൾക്ക് വാങ്ങാൻ തോന്നും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ നാട്ടിലേക്ക് പോക്കാന്ന്. നമ്മുടെ നാട്ടിലില്ലേ നല്ല വയലല്ലോന്നേ. ഈ ഭാഗം കാണാൻ ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്, നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെന്താ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന് ഇങ്ങനെ ഒരു നാട്ടും പുറത്ത് വീടെല്ലാം വെക്കണമെന്ന്. പക്ഷെ അതുപോലെ തന്നെ മാഷാഅല്ലാ അൽഹംദുലില്ലാ ആ ഒരു ഏരിയയിൽ ഞങ്ങൾക്ക് വീട് വെക്കാനെല്ലാം പറ്റിയിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇതാ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വീഡിയോയിലെടുത്ത് ഞായറാഴ്ച ഉച്ചക്ക് നമ്മൾ പുറത്ത് നിന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിനി. നല്ല സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടായിനി. എന്നിട്ട് പിന്നെ ഇക്കാൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിനി ഉംറയ്ക്ക് പോയിട്ട്, അവരെ കാണാൻ പോയി. പിന്നെ തിരിച്ചു വരുമ്പോൾ ചെടിയെല്ലാം വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോക്കാന്ന്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഗിവ് അവേ ഇൻഷാല്ലാ ഞാൻ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുഹമ്മദിന് ഇഷ്ടപ്പെട്ട കുറേ ചെടികളുണ്ട്, കുറേ റോസെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം പറയലാണ് ഇതെൻ്റെതാണെന്നെല്ലാം പറയലാണ്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ അരുവത്തുനിന്ന് ഒരു സോഡയും പിന്നെ ഐസില്ലേ, ആ 2 രൂപൻ്റെ ഐസ് അതെല്ലാം വാങ്ങും. പിന്നെ നമ്മൾ തൊണ്ടക്കായലെന്ന് അറിയും, തൊണ്ടക്കായൽ, അതുപോലെ തന്നെ ഈ അച്ചാറ് അതെല്ലാം വാങ്ങലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കോപ്പെല്ലാം, അങ്ങനത്തെ ലൊട്ട ഐറ്റംസ് എല്ലാം. അതെല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.